2001, 2002 കാലഘട്ടത്തിൽ ഞാൻ ആലപ്പുഴ സൗത്ത് പോലീസ് സ്റ്റേഷൻ സർക്കിൾ ഇൻസ്പെക്ടറായിരുന്നു. ആ കാലഘട്ടത്തിൽ ഞാൻ പരിചയപ്പെട്ട ഒരു ജർമ്മൻ പൗരനെക്കുറിച്ച് പറയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പേര് വില്യം എന്നാണ്. പ്രൊഫഷണലി വില്യം ഒരു എൻജിനീയറാണ്. അദ്ദേഹത്തിന് ജർമ്മനിയിൽ ജോലിയുണ്ടായിരുന്നു, നല്ല നിലയിൽ ജീവിക്കുകയായിരുന്നു. എന്നാൽ ചില കുടുംബ പ്രശ്നങ്ങൾ കാരണം ഭാര്യയുമായും മകളുമായിട്ട്, അദ്ദേഹത്തിൻ്റെ മകളാണ് ഉണ്ടായിരുന്നത്, ഭാര്യയും മകളുമായിട്ട് ചില അസ്വാരസ്യങ്ങളെ തുടർന്ന് അപ്പോൾ ആ സമയത്ത് തന്നെ കുവൈറ്റിൽ ഒരു നല്ല ജോലി കിട്ടിയതുകൊണ്ടും അദ്ദേഹം ജർമ്മനിയിലെ ജോലി ഉപേക്ഷിച്ച് കുവൈറ്റിന് വന്നു. കുവൈറ്റിലും അദ്ദേഹം എൻജിനീയറായിട്ടൊരു നല്ല പൊസിഷനിലാണ് ജീവിച്ചിരുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ അന്ന് അദ്ദേഹം ജോലി ചെയ്യുന്ന കമ്പനിയിൽ ആലപ്പുഴക്കാരൻ ബഷീർ എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു. ബഷീറും വില്യവും തമ്മിൽ നല്ല അടുപ്പമാണ്. അപ്പം വില്യത്തിന് ആലപ്പുഴ നാട്ടിൽ ലീവിന് വന്നിട്ട് ചെല്ലുമ്പോൾ ബഷീർ ചില സമ്മാനങ്ങൾ കൊണ്ട് കൊടുക്കുകയും ആലപ്പുഴയെക്കുറിച്ച് പറയും, ആലപ്പുഴയുടെ കായൽ സൗന്ദര്യവും ആലപ്പുഴയുടെ ആഹാര രുചികളെക്കുറിച്ചൊക്കെ പറഞ്ഞു കേട്ടും വായിച്ചു കേട്ടുമൊക്കെ വില്യത്തിന് ആലപ്പുഴയോട് വല്ലാത്തൊരു താല്പര്യം തോന്നി. അപ്പോൾ അതനുസരിച്ച് വില്യത്തിന് ആലപ്പുഴ കാണണമെന്നും, അപ്പോൾ ഈ ബഷീർ പറഞ്ഞു കൊടുത്ത് ഗോഡ്സ് ഓൺ കൺട്രിയാണെന്ന്. അപ്പോൾ ഗോഡ്സ് ഓൺ കൺട്രി ആകുമ്പോൾ എങ്ങനെയും ഒന്ന് കേരളത്തിൽ വരണമെന്നും ആലപ്പുഴയെന്ന് കാണണമെന്നൊക്കെയുള്ള ആഗ്രഹം ഇങ്ങനെ ദിവസം പ്രതി വില്യത്തിൽ ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരുന്നു. അതനുസരിച്ച് ഒരിക്കൽ ബഷീർ അവധിക്ക് നാട്ടിലേക്ക് വരുമ്പോൾ വില്യവും കൂടെ കൂടി. വില്യം ആലപ്പുഴ വന്നു, കുറച്ച് ദിവസം ബഷീറിൻ്റെ വീട്ടിൽ താമസിച്ചു. പിന്നെ അത് കഴിഞ്ഞ് അദ്ദേഹം ലോഡ്ജ് റൂമെടുത്ത് താമസിച്ചു. അങ്ങനെ ആലപ്പുഴ ചുറ്റി നടന്ന് കണ്ടു. ആലപ്പുഴയിലെ പിന്നെ കെട്ടുവള്ളങ്ങളും മീൻ രുചിയും കായൽ സൗന്ദര്യമെല്ലാം അദ്ദേഹത്തിനൊരു പറഞ്ഞു കേട്ടതിൽ കൂടുതൽ അനുഭവിച്ചറിഞ്ഞപ്പോൾ ഒരു വല്ലാത്ത ഭ്രമമായിപ്പോയി. വലിയ പ്രാവശ്യം ബഷീറിനൊപ്പം തന്നെയാണ് മടങ്ങി കുവൈറ്റിന് പോയത്. കുവൈറ്റിന് പോകുമ്പോൾ വളരെ നഷ്ടബോധത്തോടു കൂടിയാണ് വില്യം പോയത്. കുവൈറ്റിൽ വീണ്ടും ജോലി തുടർന്ന് ബഷീർ ഒരവധിക്ക് വന്നു. പിന്നീട് രണ്ടാമത് അവധിക്ക് വന്നപ്പോൾ ബഷീർ അവിടുത്തെ ജോലി രാജിവെച്ചിട്ട് സ്ഥിരമായി ആലപ്പുഴ സ്വന്തം വീട്ടിൽ താമസിക്കാൻ വേണ്ടി ജോലി രാജിവെച്ചിട്ട് പോരുകയായിരുന്നു. അപ്പോൾ വില്യം പറഞ്ഞു, എനിക്ക് ആലപ്പുഴ വല്ലതായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, ഞാനും എൻ്റെ ജോലി രാജിവെച്ചിട്ട് ആലപ്പുഴയ്ക്ക് വരികയാണ്. ഇനിയുള്ള കാലം ആലപ്പുഴ ജീവിച്ച് ആലപ്പുഴ തന്നെ മരിച്ചു തീരണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഞാനും ആലപ്പുഴയ്ക്ക് വരികയാണ്, ഞാനും സ്ഥിരമായി ആലപ്പുഴ താമസിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് വില്യം നേരെ ബഷീറിനൊപ്പം ആലപ്പുഴയ്ക്ക് പോരുകയാണ്. ആലപ്പുഴയ്ക്ക് പോരുമ്പോൾ വില്യത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നത് കമ്പനിയിൽ നിന്ന് പിരിഞ്ഞു പോകുമ്പോൾ നല്ലൊരു തുക കിട്ടും, ആ തുക കൊണ്ടുവന്ന് കേരളത്തിൽ എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്ത് അപ്പോൾ ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ പുറത്ത് ജീവിക്കാം എന്നൊരു ഉദ്ദേശത്തിലാണ് തൻ്റെ ആഗ്രഹിച്ച സ്ഥലമായ ആലപ്പുഴയ്ക്ക് ബഷീറിനൊപ്പം വില്യം വരുന്നത്. കമ്പനിയിൽ നിന്ന് കിട്ടിയ ആനുകൂല്യങ്ങളുടെ തുകയുമായിട്ട് ബഷീറിനൊപ്പം തന്നെ വില്യവും ആലപ്പുഴയ്ക്ക് വന്നു. അപ്പോൾ ഈ പൈസ എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തെങ്കിലല്ലേ ഇതിൽ നിന്ന് ആദായം കിട്ടുള്ളൂ, എന്നാലല്ലേ ഇവിടെ ജീവിക്കാൻ പറ്റുള്ളൂ. അതനുസരിച്ച് ബഷീറിൻ്റെ ഉദ്ദേശം ഇവിടെ വന്നു കഴിഞ്ഞ് എന്തെങ്കിലും ബിസിനസ് ചെയ്യണമെന്നുള്ളതായിരുന്നു. അതനുസരിച്ച് ബഷീർ ഒരു മെഡിക്കൽ സ്റ്റോർ തുടങ്ങി. അപ്പോൾ ബഷീറിന് സ്വന്തമായി ലൈസൻസ് ചെയ്ത് മെഡിക്കൽ സ്റ്റോർ തുടങ്ങാം. ഒരു വിദേശ പൗരനായ വില്യത്തിന്, വിശേഷിച്ചും വിസിറ്റിംഗ് വിസ വന്നിട്ടുള്ള വില്യത്തിന് കേരളത്തിൽ സ്വന്തമായ ഒരു ബിസിനസ് ചെയ്യാൻ പറ്റില്ല എന്നറിയാവുന്നതുകൊണ്ട് ബഷീർ തുടങ്ങിയ മെഡിക്കൽ സ്റ്റോറിൽ ബഷീർ കൊണ്ടുവന്ന് അയാൾക്ക് കിട്ടിയ പൈസയിൽ നിന്ന് ഒരു മെഡിക്കൽ സ്റ്റോർ തുടങ്ങിയായിരുന്നു. ആ മെഡിക്കൽ സ്റ്റോറിനകത്ത്
വില്യം കൂടെ ഷെയർ കൂടി. അപ്പോൾ വില്യത്തിൻ്റെ കയ്യിലുള്ള നല്ലൊരു എമൗണ്ട് മെഡിക്കൽ സ്റ്റോറിൽ ഇൻവെസ്റ്റ് ചെയ്തു ബഷീറിനോടുള്ള വിശ്വാസത്തിൻ്റെ പുറത്ത്. അങ്ങനെ അതിൽ നിന്ന് കിട്ടുന്ന പൈസയും പിന്നെ മിച്ചമുള്ള പൈസ വില്യത്തിൻ്റെ കയ്യിലുണ്ട്. അദ്ദേഹം ആലപ്പുഴ ഒരു വീട് സ്വന്തമായി വാടകയ്ക്കെടുത്ത് ആ വീട്ടിൽ താമസിച്ച് വരികയായിരുന്നു. അങ്ങനെ ഇരിക്കെ ബഷീറിൻ്റെ തന്നെ പരിചയത്തിലുള്ള ഒരു രാജ്കുമാറുമായിട്ട് പരിചയപ്പെടാനിടയായി. രാജ്കുമാറിന് കേരള സർക്കാർ ഒരു ചെറിയ ജോലിയുണ്ട്. ഒരു ചെറിയ ജോലി, രാജ്കുമാറിൻ്റെ ചെറിയ ജോലിക്ക് അപ്പുറം ആ ഇടയ്ക്കാണ് രാജ്കുമാറിൻ്റെ ഭാര്യ ഒരു ചെറിയ ബിസിനസ് തുടങ്ങി, ഒരു ബ്യൂട്ടി പാർലർ ആരംഭിച്ചു. അത് തുടക്കമായതുകൊണ്ട് ബ്യൂട്ടി പാർലറിൽ വലിയ ബിസിനസ് ഒന്നുമില്ല. പിന്നെ രാജ്കുമാറിൻ്റെ ചെറിയ ജോലിയിൽ അങ്ങനെ കഴിഞ്ഞു വരവേ അവർക്ക് ആലപ്പുഴ ടൗണിൽ ഒരു വീട് വാങ്ങിക്കണമെന്നുള്ള മോഹത്തിന് പുറത്ത് അവർ പല വീടുകളും നോക്കി. പല വീടുകളും നോക്കിയെങ്കിലും അവരുടെ സാമ്പത്തികം വളരെ പരിമിതമായതുകൊണ്ട് അവരുടെ സാമ്പത്തിക പരിമിതിക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് ഒരു വീട് വാങ്ങിക്കാൻ അവർക്ക് കഴിയുമായിരുന്നില്ല. അപ്പോൾ പല സ്ഥലങ്ങളിൽ ചെന്ന് നോക്കിയെങ്കിലും ഒരു വീട് ഒക്കാതിരിക്കുമ്പോഴാണ് വില്യത്തിനെ ബഷീർ വഴി പരിചയപ്പെടുന്നത്. അതിനുശേഷം വില്യം ബഷീറിന് രാജ്കുമാറിൻ്റെ വീട്ടിലെ 2-3 പ്രാവശ്യം പോവുകയും രാജ്കുമാറിൻ്റെ ആതിഥ്യം സ്വീകരിക്കുകയൊക്കെ ചെയ്തപ്പോൾ രാജ്കുമാറും ഈ വില്യവും തമ്മിൽ ഒരടുപ്പം വന്നു. അങ്ങനെ കിട്ടിയ ഒരടുപ്പത്തിൻ്റെ അവസരത്തിൽ രാജ്കുമാർ വില്യത്തിനോട് ഒരു 10 ലക്ഷം രൂപ കടം ചോദിച്ചു. 10 ലക്ഷം രൂപ കടം ചോദിച്ചത് അവർ 12 ലക്ഷം രൂപയ്ക്കൊരു വീട്, അന്നത്തെ കാലത്ത് 2001-2002 കാലഘട്ടത്തിൽ 12 ലക്ഷം രൂപയ്ക്കൊരു വീട് അവർ പോയി നോക്കി വില പറഞ്ഞതാണ്. പക്ഷേ അവരത്ര വിചാരിച്ചിട്ടും രാജ്കുമാർ അത്ര വിചാരിച്ചിട്ടും 2 ലക്ഷം രൂപയിൽ കൂടെ ഉണ്ടാക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് 10 ലക്ഷം രൂപ വില്യത്തിനോട് കടം ചോദിച്ചത്. വില്യം പറഞ്ഞു, പൈസ തരാം, പക്ഷേ എനിക്ക് ജീവിക്കാനുള്ള പൈസയാണ്, കൃത്യമായി എനിക്ക് പലിശ കിട്ടണം. രാജ്കുമാർ അതിന് തയ്യാറാണ്, കൃത്യമായി പലിശ തരും. ആ പലിശയുടെ പുറത്ത് രാജ്കുമാർ പൈസ വാങ്ങാനും വില്യം കൊടുക്കാനും തയ്യാറായി. അങ്ങനെ 10 ലക്ഷം രൂപ വാങ്ങി രാജ്കുമാറിൻ്റെയും ഭാര്യയുടെയും പേരിൽ ഒരു വീട് സ്ഥലം അവർ വിലയ്ക്ക് വാങ്ങിച്ചു. അതിനുശേഷം കുറച്ച് പൈസ മാത്രമേ പിന്നെ വില്യത്തിൻ്റെ കയ്യിലുണ്ടായിരുന്നുള്ളൂ. വില്യം വാടകയ്ക്ക് താമസിക്കുന്ന വീടിൻ്റെ മുന്നിൽ കൂടെ സ്ഥിരമായി വൈകുന്നേരം ഒരു കടല കച്ചവടക്കാരൻ ഒരു 4 വീല് സൈക്കിൾ വണ്ടിയിൽ ചീനച്ചട്ടിയിൽ കിടുകിട അടിച്ചുകൊണ്ട് കടല കച്ചവടമായിട്ട് പോകും. അപ്പം വില്യം അയാളെ തടഞ്ഞു നിർത്തി കടല വാങ്ങിക്കുകയും കടല കുറിച്ച് കൊണ്ടുപോവുകയും അങ്ങനെ ഇംഗ്ലീഷ് അറിയാത്ത കടല കച്ചവടക്കാരനും മലയാളം അറിയാത്ത സായിപ്പും തമ്മിൽ പരസ്പരം സംസാരിച്ച് ചെയ്യുകയും അവർക്ക് ഭാഷ മനസ്സിലായില്ലെങ്കിലും അവരുടെ ആശയങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കൈമാറി. അങ്ങനെ ഭാഷ അറിയാത്ത അവർ തമ്മിലൊരു അടുപ്പം ഉണ്ടാവുകയും ഈ വില്യം, അതായത് നാട്ടുകാരൊക്കെ അയാളെ സായിപ്പ് എന്നാണ് വിളിക്കുന്നത്, സായിപ്പിൻ്റെയോട് അല്പം പൈസ കടം ചോദിക്കുകയും ചെയ്തു. വില്യം പൈസ കൊടുക്കാൻ തയ്യാറാണ് കടല കച്ചവടക്കാരന്. പക്ഷേ വില്യത്തിന് കൃത്യമായിട്ട് പലിശ കിട്ടണം. കാര്യം വില്യത്തിന് ജീവിക്കാൻ ഇതേ മാർഗമുള്ളൂ. അതനുസരിച്ച് വില്യം കടല കച്ചവടക്കാരന് പൈസ കൊടുക്കുകയും ചെയ്തു. അത് കുറച്ച് പൈസയേ ഉണ്ടായിരുന്നുള്ളൂ മിച്ചം ഉണ്ടായിരുന്നത്. കടല കച്ചവടക്കാരൻ അത് വാങ്ങിക്കൊണ്ട് പോയി. അത് കഴിഞ്ഞ് വീണ്ടും കടല കച്ചവടക്കാരൻ വന്നുകൊണ്ടിരുന്നു. ആദ്യത്തെ ഒരാഴ്ച കൃത്യമായി വില്യത്തിന് പലിശ കൊടുത്തു. ഈ പൈസ കൊടുത്തതിൻ്റെ സൗകര്യത്തിൻ്റെ പേരിൽ വില്യത്തിന് കിട്ടിയ കടലപ്പൊതിയുടെ വലുപ്പം ഇച്ചിരൂടെ വലുതാവുകയും ചെയ്തു. പക്ഷെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ കടല കച്ചവടക്കാരന് പിന്നെ അതുവഴി വന്നതേയില്ല. ചുറ്റുപാടുമുള്ളവരോടും മറ്റ് അറിയാവുന്നവരോടെല്ലാം വില്യം അന്വേഷിച്ചു, ഇയാൾ എവിടെ കാണും,
ഇയാളുടെ കയ്യിൽ നിന്നും പൈസ എങ്ങനെ വാങ്ങിക്കും. കാര്യം വില്യത്തിന് മനസ്സിലായി വില്യം കബളിപ്പിക്കപ്പെട്ടിരിക്കുന്നു. പക്ഷെ ആർക്കും ഇയാളെക്കുറിച്ച് ഇയാളുടെ ഊരോ പേരോ അറിയത്തില്ല. ഇയാൾ എവിടുത്തുകാരനാണെന്നോ ഇയാളുടെ വീട് എവിടെയാണെന്നോ പേരെന്താണെന്നോ ആർക്കും അറിയാം. എല്ലാവർക്കും കടല കച്ചവടക്കാരെന്ന് മാത്രമേ അറിയാവൂ. അപ്പോൾ ആർക്കും അറിയാതിരിക്കുകയും ഇയാൾ പിന്നീട് ഇതുവഴി വരാതിരിക്കുകയും ചെയ്തപ്പോൾ വില്യത്തിന് മനസ്സിലായി കടല കച്ചവടക്കാരന് കൊടുത്ത പൈസ ഇതോടുകൂടി നഷ്ടപ്പെട്ടിരിക്കുന്നു. ഏതായാലും ബഷീർ കൊടുക്കുന്ന മെഡിക്കൽ സ്റ്റോറിൻ്റെ ലാഭവിഹിതവും രാജ്കുമാർ കൊടുക്കുന്ന പലിശയുമായിട്ട് വില്യം കഴിഞ്ഞു വരവേ ഒരു 3-4 മാസം കഴിഞ്ഞപ്പോൾ രാജ്കുമാറിൻ്റെ പലിശയ്ക്ക് കുറേശ്ശെ കാലതാമസം വന്നു. ആ കാലതാമസം നീണ്ടു പോയി. പിന്നെ പലിശ ഇല്ലാതായി. മൊറോക്കോ, നോർത്ത് മാസിഡോണിയ, കസാഖിസ്ഥാൻ, സാംബിയ, സിംബാബ്വെ. സഞ്ചാരം പെൻഡ്രൈവ് വോളിയം നമ്പർ 21. അപൂർവ ദൃശ്യ യാത്രാ വിവരണ ശേഖരം ഉടൻ സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995444222. വില്യം പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യും, പലിശയിലേക്ക് നിങ്ങൾ എൻ്റെ മുതൽ മടക്കി തന്നേര്. പക്ഷെ രാജ്കുമാറിനെ സംബന്ധിച്ചിടത്തോളം മുതൽ മടക്കി കൊടുക്കാനില്ല. കാര്യം അയാൾ ഒരു വീട് വാങ്ങിക്കാൻ കഴിവില്ലാത്ത, സാമ്പത്തിക സുരക്ഷിതത്വമില്ലാത്ത ഒരാൾ വില്യത്തിൻ്റെ പൈസ എടുത്ത് ആണ് ഒരു വീട് വാങ്ങിച്ചിരിക്കുന്നത്. ഇനി വില്യത്തിന് ഈ പൈസ മുടക്കി കൊടുക്കണമെങ്കിൽ രാജ്കുമാറിൻ്റെ പൈസ ഇല്ല, അല്ലെങ്കിൽ വീട് വിൽക്കണം. വീട് വിൽക്കാൻ രാജ്കുമാറും ഭാര്യയും തയ്യാറല്ല. ഈ സാഹചര്യത്തിൽ വില്യത്തിന് പൈസ കിട്ടാൻ ഒരു നിർവാഹവുമില്ല, പലിശയുമില്ല, മുതലില്ലാത്തൊരവസ്ഥയിലാണ് വില്യം ഒരു പരാതി എഴുതി ആലപ്പുഴ ജില്ലാ സൂപ്രണ്ടിനെ പോയി കാണുന്നത്. അന്ന് നിതിൻ അഗർവാൾ എന്ന് പറഞ്ഞ നിതിൻ അഗർവാൾ IPS ആണ് അന്ന് ആലപ്പുഴ SP. അദ്ദേഹം പരാതി കേട്ടു. വില്യത്തിൻ്റെ ഡിമാൻഡ്, വില്യത്തിൻ്റെ പരാതി വളരെ ജെന്യുവിനാണെന്ന് ബോധ്യപ്പെട്ടു. അവിടെ തന്നെ അദ്ദേഹം എന്നെ വിളിച്ച് പറഞ്ഞു, ഇങ്ങനെ വില്യം എന്ന് പറഞ്ഞ ഒരാളിനെ, ഒരു ജർമ്മൻ പൗരനാണ്, ഞാൻ അങ്ങോട്ട് അയക്കുന്നുണ്ട്, എങ്ങനെയും അയാളുടെ പൈസ വാങ്ങിച്ചു കൊടുക്കണം. ഞാൻ പറഞ്ഞു, സാർ ഇത് പൈസയുടെ ഇടപാടാണ്, സിവിൽ കാര്യമാണ്, നമുക്ക് പോലീസിന് ഇടപെടാൻ കഴിയില്ലല്ലോ എന്ന് ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞ ആ കാര്യങ്ങളൊക്കെ എനിക്കറിയാം. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു വിദേശ പൗരനാണ് അദ്ദേഹം ഇവിടെ വന്ന് ഇവിടുത്തെ നാട്ടുകാരെ കബളിപ്പിക്കപ്പെടുന്നത് ശരിയല്ല. അദ്ദേഹം ജോലി രാജിവെച്ച് കിട്ടിയ പൈസയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ആ പൈസ എങ്ങനെയും നമ്മൾ വാങ്ങിക്കൊടുക്കണം. നമ്മൾ അതിനകത്ത് നിയമത്തെ മാത്രം മുറുക്കെ പിടിച്ചാൽ പോരാ. ഒരു വിദേശ പൗരൻ ചതിക്കപ്പെടാതിരിക്കാൻ കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതല്ലേ. അതുകൊണ്ട് എങ്ങനെയെങ്കിലും നിങ്ങൾ അയാളെ വിളിച്ചിട്ട് പൈസ കൊടുക്കാൻ പറഞ്ഞ് എങ്ങനെയെങ്കിലും വാങ്ങിച്ചു കൊടുക്കാൻ ശ്രമിക്കണമെന്നാണ്. ഞാനവിടെ തന്നെ ഒരു പോലീസുകാരനെ പറഞ്ഞ്, ഈ വില്യം വന്നപ്പോൾ വില്യത്തിൻ്റെ കയ്യിൽ നിന്ന് പരാതി വാങ്ങിച്ചിട്ട് ഒരു പോലീസുകാരനെ പറഞ്ഞയച്ചു, രാജ്കുമാറിനെ അന്വേഷിച്ച്. അപ്പോൾ രാജ്കുമാറിനെ അന്വേഷിച്ച് ചെന്നപ്പോൾ രാജ്കുമാർ ഡ്യൂട്ടിക്ക് പോയിരിക്കുകയാണ്. അപ്പോൾ അടുത്ത ദിവസം രാവിലെ 10 മണിക്ക് വരണമെന്ന് പറഞ്ഞിട്ട് വില്യത്തിനെ പറഞ്ഞയച്ചു. വില്യം എന്ന് പറഞ്ഞാൽ ഒരു 6-7 അടി പൊക്കവും ഒരു 55 വയസ്സിനടുത്ത് പ്രായവും നല്ല സ്റ്റൗട്ട് ബോഡി, ഒട്ടും ഫാറ്റോ കുടവയറോ ഒന്നുമില്ലാത്ത സ്റ്റൗട്ട് ബോഡിയൊക്കെയുള്ള ഒരു മനുഷ്യനാണ്. അദ്ദേഹം അന്നേരം ധരിച്ചിരുന്നത് ഒരു ക്രീം കളർ നരച്ച ബനിയനും ഒരു നീല നരച്ച ജീൻസുമാണ് ഇട്ടിരുന്നത്. ഈ വസ്ത്രത്തിൻ്റെ കാര്യം പറയാൻ കാരണം, ഞാൻ പിന്നീടുള്ള ഒരു 5-8 മാസം വീണ്ടും ഇദ്ദേഹത്തെ കാണുന്നു. അന്നെല്ലാം ഇദ്ദേഹത്തിന് ഈ ഒരു വസ്ത്രമല്ലാതെ മറ്റൊരു വസ്ത്രം പോലും ഉണ്ടായിരുന്നില്ല. വസ്ത്രധാരണത്തിലോ ഒന്നും യാതൊരു ഭ്രമവുമില്ലാത്ത ഒരു വിദേശിയായിരുന്നു അദ്ദേഹം. ഈ ഒരു വസ്ത്രമല്ല അദ്ദേഹം മറ്റൊരു വസ്ത്രവും ധരിച്ചു കണ്ടിരുന്നില്ല. അപ്പോൾ അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞു, രാജ്കുമാറിനോട് നാളെ രാവിലെ 10 മണിക്ക് വരാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ നാളെ രാവിലെ 10 മണിക്ക് വരൂ, രാജ്കുമാറിനോട് ഞാൻ സംസാരിച്ചിട്ട് പൈസ വാങ്ങിച്ചു തരാം. അടുത്ത ദിവസം രാവിലെ 9:55 ആയപ്പോൾ സർക്കിൾ ഓഫീസിൽ വില്യം വന്നു.
9:55 വന്ന വില്യത്തിനോട് ഞാൻ ഇരിക്കാൻ പറഞ്ഞ് അദ്ദേഹം പുറത്ത് വരാന്തയിൽ അവിടെ ഇരുന്നു. 10 മണിയായി, 11 മണിയായി, 12 മണിയായപ്പം രാജ്കുമാർ വന്നു. 12 മണിയായപ്പോൾ രാജ്കുമാർ വന്നപ്പോൾ ഞാൻ ഈ പൈസയുടെ കാര്യം രണ്ടുപേരെയും കൂടെ നിർത്തി സംസാരിച്ചു. അപ്പോൾ രാജ്കുമാർ പറഞ്ഞു, പൈസ ഞാൻ കൊടുക്കാനുള്ളത് ശരിയാണ് സാർ, പക്ഷേ എനിക്ക് ഇപ്പോൾ കൊടുക്കാൻ പൈസയില്ല, എനിക്ക് 1 മാസം കാലാവധി വേണം. ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, നിങ്ങൾ കുറച്ച് പലിശയെങ്കിലും അയാൾക്ക് കൊടുക്കാൻ, കുറേ പലിശ കൊടുക്കാറുണ്ടല്ലോ, പലിശയെങ്കിലും കൊടുത്തിട്ട് അയാൾക്ക് ജീവിക്കണ്ടേ, അയാൾക്ക് കൊടുക്കാനുള്ള പലിശയെങ്കിലും കൊടുത്തിട്ട് തൽക്കാലം അയാളെ പറഞ്ഞയക്കാൻ നോക്കുന്നത്. സാർ പലിശയല്ല, ഇപ്പം തൽക്കാലം കൊടുക്കാൻ 5 പൈസയും എൻ്റെ കയ്യിലില്ല, ഞാൻ അടുത്ത മാസം ഒരു തീയതി പറഞ്ഞിട്ട് അടുത്ത മാസം ആ ഡേറ്റിന് വേണ്ടത് കൊടുക്കാം. അങ്ങനെ രാജ്കുമാർ ഡേറ്റ് പറഞ്ഞു. അപ്പം ഞാൻ വില്യത്തിനോട് പറഞ്ഞു, നിങ്ങളിപ്പോൾ തൽക്കാലം രാജ്കുമാറിൻ്റെ പൈസ ഇല്ല, നിങ്ങളിപ്പോൾ പൈസ അയാൾക്ക് പലിശയ്ക്ക് കൊടുത്തിരിക്കുന്ന സ്ഥിതിക്ക് നിങ്ങളിത് അയാൾ പറയുന്ന കാലാവധി പറഞ്ഞ് കേട്ടുകൊണ്ട് പോവുകയല്ലാതെ ഇപ്പം അയാളിൽ നിന്ന് അത് പിടിച്ചെടുക്കാൻ വേറെ നിർവാഹമൊന്നുമില്ല, നിങ്ങൾ തൽക്കാലം പോയിട്ട് അടുത്ത മാസം ആ പറഞ്ഞ തീയതിക്ക് വരുമെന്ന് പറഞ്ഞു. അതനുസരിച്ച് വില്യം സമ്മതിച്ചു. അടുത്ത മാസമെങ്കിലും പൈസ കിട്ടുമല്ലോ എന്ന് കരുതി വില്യം പോയി. രാജ്കുമാർ അടുത്ത മാസം പൈസ കൊണ്ടുവരുമായിരിക്കുമെന്ന് എനിക്കും തോന്നി. പക്ഷേ അടുത്ത മാസവും ആ പറഞ്ഞ തീയതിക്ക് 5 മിനിറ്റ് മുമ്പ്, പറയുന്ന സമയത്തിന് 5 മിനിറ്റ് മുമ്പ് വില്യം സർക്കിൾ ഓഫീസിൽ എത്തി. രാജ്കുമാർ അന്നും 11:30-12 മണിയാകുമ്പോഴാണ് വരുന്നത്. അതുവരെ വില്യം ഓഫീസിൻ്റെ വരാന്തയിൽ നോക്കിയിരിക്കുകയാണ്. അന്ന് വന്നപ്പോഴും രാജ്കുമാർ പറയുന്നത്, സാർ എനിക്ക് കാശ് ഒത്തിട്ടില്ല, 1 മാസത്തൂടെ അവധി വേണമെന്ന് പറഞ്ഞു. പൈസ അങ്ങനെ രാജ്കുമാറിൽ നിന്ന് പിടിച്ചു വാങ്ങിച്ചു കൊടുക്കാൻ പോലീസിന് നിർവാഹമില്ല. അതുകൊണ്ട് തന്നെ അത് രാജ്കുമാറിനും നന്നായിട്ടറിയാം. അതുകൊണ്ട് തന്നെ രാജ്കുമാർ പറയുന്ന അവധി നമ്മൾ കേൾക്കുകയല്ലാതെ മറ്റു നിർവാഹമില്ല. ഞാൻ വില്യത്തിനോട് പറഞ്ഞു, ഇനി 1 മാസം കൂടെ അവധി ചോദിക്കുകയാണ്, നമ്മൾ 1 മാസം കൂടെ വെയിറ്റ് ചെയ്തേ പറ്റുള്ളൂ, അദ്ദേഹം പൈസ തരുമ്പോഴേ നമുക്ക് വാങ്ങാൻ കഴിയുള്ളൂ, അല്ലാതെ മറ്റ് നിയമപരമായി നമുക്കൊരു നടപടി സ്വീകരിക്കാൻ കഴിയില്ല എന്ന്. നിയമപരമായി നടപടി സ്വീകരിക്കാൻ കഴിയില്ല എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ ഒരു കാരണം, ഒന്ന്, ഒരു ജർമ്മൻ പൗരന് ഇവിടെ കൊണ്ടുവന്ന് അങ്ങനെ പലിശയ്ക്ക് പൈസ കൊടുക്കാനുള്ള അവകാശമില്ല. പിന്നെ കൊടുത്തതിന് രേഖകളൊന്നുമില്ല, ചെക്കോ വേറെ പ്രോമിസറി നോട്ടോ ഒന്നുമില്ല. ഒരു വിദേശ പൗരന് അങ്ങനെ വാങ്ങിക്കാനും കഴിയില്ല. അപ്പോൾ ഒരു റെക്കോർഡും ഇല്ലാത്തതിനാൽ നിയമ നടപടി സ്വീകരിക്കാനും പറ്റില്ല. മാത്രമല്ല ഒരു വിദേശ പൗരൻ എന്നുള്ളതിൽ നിയമ നടപടിക്കും പരിമിതികളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തൽക്കാലം ഇത് കേട്ടുകൊണ്ട് പോവുകയെ നിർവാഹമുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ആ മാസവും രാജ്കുമാർ പോയി, വില്യവും മടങ്ങിപ്പോയി. അടുത്ത മാസത്തെ ഒരു അവധിയും പറഞ്ഞിട്ടാണ് പോകുന്നത്. അടുത്ത മാസവും ആ പറയുന്ന സമയത്ത് തന്നെ വില്യം വന്നു. 2 മണിക്കൂർ കഴിഞ്ഞിട്ട് രാജ്കുമാറും വന്നു. നമ്മുടെ സമൂഹത്തിൽ, മലയാളികളുടെ സമൂഹത്തിൻ്റെ സമയനിഷ്ഠ അത്ര കൃത്യമാണല്ലോ, അതനുസരിച്ച് തന്നെ രാജ്കുമാർ വന്നുള്ളൂ. ജർമ്മൻകാരൻ്റെ സമയനിഷ്ഠ അനുസരിച്ച് അദ്ദേഹവും വന്നു. അന്നും രാജ്കുമാർ 1 മാസത്തെ കാലാവധി വീണ്ടും ആവശ്യപ്പെടുകയാണ്. അപ്പോൾ എനിക്ക് ഏകദേശം മനസ്സിലായി, ഈ വില്യത്തിനെ രാജ്കുമാർ ചീറ്റ് ചെയ്യുകയാണ്, യാതൊരു കാരണവശാലും പൈസ കൊടുക്കാനുള്ള ഉദ്ദേശമില്ല എന്ന്. ഞാൻ അന്വേഷിച്ചിടത്തോളം രാജ്കുമാറിൻ്റെ ചുറ്റുപാടും ആ പൈസ കൊടുക്കത്തക്ക ഒരു സാമ്പത്തിക ശേഷിയുള്ള ഒരു ചുറ്റുപാടല്ല. അന്നത്തെ ആഗ്രഹം കൊണ്ട് വീടും സ്ഥലവും ഭാര്യയുടെയും ഭർത്താവിൻ്റെയും പേര് അവർ വാങ്ങിച്ചു എന്നുള്ളതല്ലാതെ അങ്ങനെ തിരിച്ചു കൊടുക്കത്തക്ക ഒരു സാമ്പത്തിക ഭദ്രത രാജ്കുമാറിനുമില്ല. അപ്പോൾ എനിക്ക് തോന്നി, വില്യത്തിനെ രാജ്കുമാർ മനഃപൂർവ്വം ചുറ്റിക്കുകയാണ്, പൈസ കൊടുക്കാൻ ഉദ്ദേശമില്ലാതെ. ഞാനുടൻ തന്നെ വില്യത്തിനോട് പറഞ്ഞു, ഇത് പൈസ വീണ്ടും 1 മാസം അവധിയായി ചോദിച്ചിരിക്കുന്നത്, എനിക്കറിയില്ല ഇനി ഇത് കിട്ടുമോ ഇല്ലയോ എന്ന്. ഉടൻ തന്നെ വില്യം പറഞ്ഞത്, സാറേ അയാളെ പിടിച്ച് ജയിലിലിടൂ, അയാളെ പിടിച്ച് ജയിലിലിട്ട് കഴിഞ്ഞാൽ ഉടൻ തന്നെ അയാളുടെ ബന്ധുക്കൾ അയാളെ ഇറക്കാൻ വേണ്ടി പൈസയായിട്ട് വരും. പൈസയായിട്ട് വന്നാൽ അവർ പൈസ കെട്ടിവെച്ചിട്ട് അയാളെ ഇറക്കിക്കൊണ്ട് പോകും, അപ്പോൾ എനിക്ക് എൻ്റെ പൈസ കിട്ടുമല്ലോ. ഞാൻ പറഞ്ഞു, വില്യം
ഇവിടെ അങ്ങനെ നിയമങ്ങളില്ല. നിങ്ങൾക്ക് ഈ പൈസ വാങ്ങിച്ചു തരാൻ ഞാൻ ശ്രമിക്കുന്നത് തന്നെ ഇല്ലീഗലാണ്. കാര്യം സാമ്പത്തിക ഇടപാടുകളിൽ, കൊടുക്കൽ വാങ്ങലുകളിൽ പോലീസ് ഇടപെടാൻ പാടില്ല. ഞാൻ ഈ ഇടപെടുന്നത് തന്നെ ഇല്ലീഗലാണ്. പിന്നെ നിങ്ങളൊരു വിദേശ പൗരനായതുകൊണ്ടും നിങ്ങൾ ചതിക്കപ്പെടാൻ പാടില്ല എന്നുള്ളതുകൊണ്ടും ഈ ആലപ്പുഴ ജില്ലാ പോലീസ് സൂപ്രണ്ട് പ്രത്യേകം എങ്ങനെയെങ്കിലും പൈസ വാങ്ങിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞതുകൊണ്ടും ഞാൻ മനഃപൂർവ്വം നിങ്ങൾക്ക് പൈസ വാങ്ങിത്തരാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അതല്ലാതെ ഇതിന് ഇവിടുത്തെ ഇന്ത്യയിൽ നിലവിലുള്ള നിയമം അനുസരിച്ച് ഇയാളെ പിടിച്ച് ജയിലിലിടാനോ ഈ പൈസ വാങ്ങിച്ചു തരാനോ പോലീസിന് യാതൊരു അധികാരവുമില്ല. അപ്പം അദ്ദേഹം പറഞ്ഞത് ജർമ്മനിയിലായിരുന്നുവെങ്കിൽ പിടിച്ച് ജയിലിലിടുമായിരുന്നു, ബന്ധുക്കൾ കൊണ്ടുവന്ന് പൈസ അടച്ചാൽ മാത്രമേ അയാളെ റിലീസ് ചെയ്യുള്ളായിരിക്കും. ഞാൻ പറഞ്ഞത് ഇന്ത്യൻ നിയമമല്ലേ ഇവിടെ നടക്കുള്ളൂ, ജർമ്മൻ നിയമം ഇവിടെ നടക്കില്ല. ജർമ്മനിയിൽ അങ്ങനെ നിയമം ഉണ്ടോയെന്നും എനിക്കറിയില്ല. ഏതായാലും എനിക്കത് ചെയ്യാൻ നിർവാഹമില്ല എന്ന് പറഞ്ഞു. അപ്പം വില്യം വളരെ നിരാശയോടുകൂടിയാണ് പോയത്. എനിക്കും വില്യത്തിന് പൈസ കിട്ടാത്ത വല്ലാത്ത നിരാശ തോന്നി. അങ്ങനെ ഒരു 3-4 മാസം അവധിയുടെ രാജ്കുമാർ പറയുന്നവരെ ഞാൻ ആലപ്പുഴ സൗത്ത് പോലീസ് സ്റ്റേഷനിലുണ്ടായിരുന്നു. അന്നോളവും വില്യത്തിന് അദ്ദേഹത്തിൻ്റെ പൈസ കിട്ടിയിട്ടില്ല. അത് ഇപ്പോഴും കിട്ടിയിട്ടില്ല, അത് ഇരിക്കാനാണ് സാധ്യത. അങ്ങനെ വിദേശിയായ അദ്ദേഹം കേരളത്തിൽ വന്ന് ചതിക്കപ്പെട്ട് പിന്നീട് മടങ്ങിപ്പോയിരിക്കുമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. എന്താണ് പിന്നെ അദ്ദേഹത്തിന് സംഭവിച്ചതെന്ന് അറിയത്തില്ല. ഏതായാലും ആ നരച്ച മഞ്ഞ ഷർട്ടും നരച്ച ജീൻസ് വിട്ടിട്ട് അദ്ദേഹം കൊടുത്ത പൈസയ്ക്ക് വേണ്ടിയിട്ട് പോലീസ് സ്റ്റേഷനിൽ കുറേ കാലം കയറി ഇറങ്ങേണ്ടി വന്നു. ഞാൻ അവസാനം കാണുമ്പോൾ വില്യത്തിൻ്റെ ഏക വരുമാന മാർഗം ബഷീറിൻ്റെ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് കിട്ടുന്ന വരുമാനം മാത്രമായിരുന്നു. ഇനിയും ബഷീറും അയാളെ ചീറ്റ് ചെയ്തോ, അങ്ങനെ ഒന്നുമില്ലാതെ അയാൾ കേരളം വിടേണ്ടി വന്നോ എന്ന് എനിക്കറിയില്ല. ഒരു പക്ഷേ അങ്ങനെയും സംഭവിച്ചിരിക്കാൻ സാധ്യതയുണ്ട് വില്യത്തിൻ്റെ അനുഭവം വെച്ച് നോക്കുമ്പോൾ. പക്ഷെ ഓമന പറഞ്ഞു, സാറേ എൻ്റെ ദേഹത്ത് മാലയില്ല, ഞാൻ മാല എടുത്തിട്ടില്ല, എടുക്കാത്ത മാല ഞാൻ എങ്ങനെ കൊടുക്കും? ഞാൻ പറഞ്ഞു, നിങ്ങൾ പറയും പോലെയല്ല, എക്സ്റേയിൽ നിങ്ങളുടെ വയറ്റിൽ മാല കിടക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്, നിങ്ങൾ മാല കൊടുക്കുന്നതാണ് നല്ലത്. കൊടുത്താൽ ആ വിഷയം ഇവിടെ വെച്ച് തീരുകയാണ്. ഇന്ദുവിനൊരു കേസിന് താല്പര്യമില്ലാത്ത സ്ഥിതിക്ക് നിങ്ങൾ മാല കൊടുത്ത് ഏർപ്പാട് തീർക്കായിരിക്കും നല്ലത്. സാറേ എടുക്കാത്ത മാല ഞാൻ എങ്ങനെയാണ് കൊടുക്കുന്നത്? എൻ്റെ വയറ്റിലും മാലയില്ല, എൻ്റെ കയ്യിലും മാലയില്ല.